ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ട്രിപ്പ് പോവാണ് കേട്ടോ. എങ്ങിട്ടെന്നല്ലേ, നെല്ലിയാമ്പതിക്ക്. അപ്പോൾ നമ്മുടെ പുതിയ ഫാമിലിയുടെ കൂടെയുള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ അത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും വിശേഷനും. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞാൻ വിചാരിച്ച പോലെ തന്നെ ലാസ്റ്റ് സീറ്റാട്ടോ ഞങ്ങൾ കിട്ടിയത്. ലാസ്റ്റ് സീറ്റിലിരിക്കാറുണ്ട്, അതിൻ്റെ ഒരു സുഖം വേറെ ആണല്ലോ. അങ്ങനെ മധുവേട്ടൻ്റെ നാരങ്ങ മിഠായി കൊടുക്കൽ ചടങ്ങിലൂടെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ, സെറ്റായിരുന്നു. അപ്പോൾ ഇവിടെ ഡാൻസിലൊക്കെ ഇറങ്ങിയിട്ട് കുറേ പേര് ഫസ്റ്റ് മധുവായിട്ട് ഇറങ്ങി. പിന്നെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ കേട്ടോ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ഓരോരുത്തരുണ്ടാക്കിയ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ചട്നി ചട്നി മണി, ചമ്മന്തി മണി, എല്ലാവർക്കും ഓരോ പേരുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി പണി, സാമ്പാർ മധു, അങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. മണിയൊക്കെ ആസ്വദിക്കുന്നത് കണ്ടു കേട്ടോ. ആ മുരിങ്ങ പോലും കൂടി വെറുതെ വിടുന്നില്ല, അത്രയും ടേസ്റ്റായിരുന്നു. ഇതാണ് നമ്മുടെ താഹു. സ്വന്തം ചായനെ ആസ്വദിച്ച് കുടിക്കുന്നൊരു ഫീല്. ഓ ഗൈസ്, അപ്പം നമ്മുടെ ബാക്കിലൊരു കാർ വരുന്നത് കാണുന്നുണ്ടോ? അത് മറ്റാരല്ല കേട്ടോ, നമ്മുടെ ഫാമിലി തന്നെയാണ്. ഓരോ ആളെത്തുമ്പോൾ നമ്മൾ ഹായ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. നെല്ലിയാമ്പതി എത്തി. ട്രക്കിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ അതിൻ്റെ ഔട്ട്ലെറ്റാണ് അവിടെ. വെയിലൊക്കെ ഉണ്ട്. ലാലേട്ടൻ ചാത്തങ്ങളെ കാണാനില്ലല്ലോ കോടാരണം. ഞാൻ എവിടെ പോലെ ഇതാണ് കേട്ടോ അവസ്ഥ. പക്ഷെ അത്രയും വെയിലാണെങ്കിലും അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ എല്ലാവരും മണിയേട്ടൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇതേതാ നടന്ന്. കുറേ പേര് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലോ നെല്ലിയാമ്പതി ഉല്ലാസയാത്രയുടെ കാര്യം. അതിൻ്റെ ആണ് കേട്ടോ ഈ ബസ് വരണേ, നെല്ലിയാമ്പതി ഉല്ലാസയാത്ര. ഇനി നമ്മൾ നേരെ ട്രക്കിങ്ങിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ജീപ്പിൽ കയറിയ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയത്. എന്താ അവസ്ഥ എന്നറിയില്ല. ആദ്യമൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഓരോ നിമിഷം പോകുന്തോറും വണ്ടി വീഴുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം അത്രയും വലിയ കുഴികളൊക്കെ ആയിരുന്നു. ഡ്രൈവറേട്ടൻ പറയുന്നത് ട്രക്കിങ്ങിന് വരുമ്പോൾ മഴക്കാലത്ത് വരണം എന്നാ. ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ മഴക്കാലത്ത് എന്തായിരിക്കും. ഇവിടെ ഉണ്ട് നമ്മൾ ആദ്യം വണ്ടി നിർത്തിയത്. നല്ല കാറ്റായിരുന്നു കേട്ടോ ഇവിടെ. എല്ലാവരും പാറി പോവുമായിരുന്നു. നല്ല കാറ്റായിരുന്നു, നല്ല തണുപ്പും. അത് ഇത്രയും വെയിലത്ത് നല്ല തണുപ്പ്. കാറ്റ് വന്നാലും വെയിൽ വന്നാലും നമുക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് തെളിയിച്ചുകൊണ്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിർത്തും കേട്ടോ.
അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് മന്ത്രിനെ കാണാൻ പോകണമെന്ന്. വേറെ ഒന്നിനുമല്ല, ഈ റോഡൊന്ന് ശരിയാക്കാൻ. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ ട്രക്കിങ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഇവിടെ ചോറും ബിരിയാണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. താക്കെല്ലാം ചോറാട്ടോ പറഞ്ഞത്. നമ്മൾ പിന്നെ ചോറെപ്പോഴും കഴിക്കണമല്ലോ പറഞ്ഞിട്ട് ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ നമ്മൾ നേരെ പോയത് ഓറഞ്ച് ഫാമൊക്കെയാണ് കേട്ടോ. രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് മണിയേണ്ട കുളിക്കാൻ പറ്റിയില്ല എന്നാട്ടോ പറഞ്ഞത്. ഇതാണ് കേട്ടോ ചാമ്പ മരത്തണല്. ഇത് ഫുള്ള് ചാമ്പക്ക മരങ്ങളാണ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല തണുപ്പായിരുന്നു ഇവിടെ. ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് പോത്തുരുട്ടി ഡാമിലെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. കാലടാത്ത ചേച്ചി മീൻ കിട്ടിയ പോലെ ചേട്ടാ പേടിയുണ്ടോ? എന്നിട്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക്. വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.